ക്രേസി കപ്പിൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് കഴിഞ്ഞ മാസം ഞങ്ങളുടെ കോളേജിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്ന ഒരു സ്റ്റാഫ് ടൂറിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അത് അപ്ലോഡ് ചെയ്യാനായിട്ട് കുറച്ച് ലേറ്റ് ആയതിൽ ക്ഷമിക്കണം. മറ്റെല്ലാ സ്ഥാപനങ്ങളിൽ നിന്ന് IT അല്ലെങ്കിൽ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ സ്റ്റാഫ് ടൂർ കണ്ടക്ട് ചെയ്യുന്ന പോലെ എല്ലാ വർഷവും നമ്മുടെ സ്ഥാപനത്തിൽ നിന്നും സ്റ്റാഫുകളെ കൊണ്ടൊരു ടൂറ് പോവാറുണ്ട്. അത് ഞങ്ങൾക്കിടയിലുള്ളൊരു അടുപ്പം, സ്ഥാപനത്തോടുള്ളൊരു ആത്മാർത്ഥതയൊക്കെ ഞങ്ങൾക്ക് കൂടി വരുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പ്രിൻസിപ്പൽ മാഡമാണത്. മാം ഞങ്ങൾക്കുള്ള എല്ലാ ഗൈഡ് ലൈൻസും പറഞ്ഞു തരികയാണ്. നമ്മളവിടെ പോകുമ്പോൾ എവിടേക്കാണ് ഏതൊക്കെ സ്ഥലങ്ങളിലാണ് പോകുന്നത്, അതുപോലെ എത്ര മണിക്ക് എത്തണം, തിരിച്ചെത്തുന്ന സമയം, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുമായിരുന്നു. അപ്പം വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നുള്ള എല്ലാ ടീച്ചേഴ്സും അതുപോലെ തന്നെ ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ് സ്റ്റാഫ് എല്ലാം ഉൾപ്പെട്ടിട്ടാണ് ഞങ്ങൾ ടൂർ പോയിട്ടുള്ളത്. അടിപൊളിയൊരു ട്രിപ്പായിരുന്നു കേട്ടോ. വീഡിയോസൊക്കെ കുറേ മൊബൈലിൽ തന്നെയാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ചില വീഡിയോസിലൊക്കെ ക്ലാരിറ്റി കുറവ്, സൗണ്ടിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, ഒന്ന് ക്ഷമിക്കണേ. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ട്രിപ്പ് യാത്ര ഞങ്ങളിവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. കുളിച്ചിട്ട് വരാം. ഞങ്ങളൊന്നും വേണേ അഞ്ജലിസോടെ നിന്നോ. അപ്പം അങ്ങനെ ഞങ്ങളുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. രാവിലെ 5:30 തന്നെ കോളേജിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഒരു പ്രാർത്ഥനാ ഗാനത്തോടു കൂടി തന്നെ യാത്ര ആരംഭിച്ചു. പിന്നീട് അങ്ങോട്ട് പാട്ടും കൂത്തും ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ടായിരുന്നു കേട്ടോ യാത്ര. അങ്ങനെ ചീയാപ്പാറ വെള്ളച്ചാട്ടം കാണുന്നതിനായിട്ട് ഞങ്ങൾ അവിടെ ഇറങ്ങി കേട്ടോ. വണ്ടി അവിടെ നിർത്തി. മൂന്നാർ റൂട്ടിൽ വരുന്ന ആളുകൾക്കൊക്കെ തന്നെ അറിയാമായിരിക്കും. മിക്കവാറും ആളുകൾ അവിടെ വണ്ടി നിർത്തി ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കാറുണ്ട്. നല്ലൊരു ലൊക്കേഷനാണ്. മഴക്കാലത്തൊക്കെ ആണെങ്കിൽ നല്ല രസമാണ് കാണാനായിട്ട്. ഒരുപാട് വെള്ളം ഉണ്ടാവും.
ഇത്തവണ അത്ര ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്കിനിയുള്ള കാഴ്ചകൾ കാണാം. ഒരു വ്ലോഗ് എടുത്ത് കൊടുക്കാന്നൊക്കെ ഓർത്തോണ്ട് പോണതാ. ഇവിടെ ദേ അഖിലെ ഫാമിലി കുറച്ചു പേരുണ്ട് കേട്ടോ, നോക്കിക്കോ. ഞാനും വരട്ടെ. ഫാമിലി ഫൗസി ദേ ഫാമിലി കുറച്ചു പേരുണ്ട്, നോക്ക് പറഞ്ഞിട്ട് തിരക്കാണ്. നമുക്കവിടെ കഴിഞ്ഞ തവണ വന്നു കഴിഞ്ഞപ്പോൾ ഉള്ള നല്ല ആ ഒരു മഴക്കാലത്തെ വെള്ളച്ചാട്ടം അത്രയും തന്നെ ഇല്ല എന്ന് തോന്നുള്ളൂ കേട്ടോ. ആ വരുക ഒരു ഹായ് കാണിച്ചേ. വരാം ഞാനൊരു വീഡിയോ എടുത്തിട്ടാ. അഞ്ജലി മിസ്റ്റർ കെട്ടണില്ല കേട്ടോ. അയ്യോ കാല് കാണണമല്ലോ അല്ലേ. അങ്ങനെ ഞങ്ങൾ അടിമാലിയിൽ ഫുഡ് കഴിക്കാനായിട്ട്, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് എത്തിയേക്കുകയാണ് കേട്ടോ. അടിമാലി ഈ ഒരു ജന്ന ഹോട്ടലിലാണ് ഇന്നത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ എന്തൊക്കെയാണ് കിട്ടണമെന്നുള്ളത് നോക്കട്ടെ കേട്ടോ, എന്നിട്ട് കാണിക്കാം. മിനുമിസിനെ കണ്ടില്ലായിരുന്നല്ലോ, ഇപ്പോഴാണ്. ബ്രേക്ക്ഫാസ്റ്റിന് അപ്പം ഇതൊക്കെയാണ്. അപ്പം, ഇടിയപ്പം ഉണ്ട്, ഇഡലി ഉണ്ട്, പിന്നെന്താ പൂരി, വെജിറ്റബിൾ കറി, മുട്ടക്കറിയൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത് കേട്ടോ. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇടിയപ്പം ഉണ്ട്, പൂരി, മുട്ടക്കറി, കടല, ഇതൊക്കെ തന്നെയാണ് ഞങ്ങൾ എടുത്തേക്കണേ അല്ലേ. വെറൈറ്റി ആയിട്ട് ഇഡലി എടുത്തിട്ടുണ്ട്, വേറെ ആരും വെറൈറ്റി എടുത്തിട്ടില്ല. ഇത്രയേ ഉള്ളൂ. പിന്നെ ചായ. അപ്പോൾ കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം. കുഞ്ഞു കണ്ണാടിയിൽ മഞ്ഞുനീർ മുത്തുപോൽ ഇന്നിനും ഓർമ്മകൾ ആരാരും അറിയാതെ ആത്മാവും അറിയാതെ അരുമയായി വിരിയുമെൻ കണിമലരേ. മെനു ഒരു പാട്ട് പാടും. ശ്രീ ഫോണിലാണോ? ഒരു ടാസ്ക് ചെയ്യാട്ടോ. ഒരു സിനിമ പേര് ഞാൻ പറയും, അത് ഒരാളോട് ഞാൻ പറയും, അത് ആക്ട് ചെയ്തിട്ട് അത് ഏത് സിനിമയാണെന്ന് പറയണോ. അങ്ങനെ ഞങ്ങളിതാ മൂന്നാർ എത്തിക്കൊണ്ടിരിക്കുന്നു. നല്ലൊരു കാലാവസ്ഥയായിരുന്നു കേട്ടോ. നമുക്കറിയാൻ സാധിച്ചത് അതിന് തലേദിവസവും അതിൻ്റെ തലയ്ക്ക് തലേദിവസവും ഒക്കെ ആയിട്ട് അവിടെ നല്ല മഴയായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ നല്ലൊരു അടിപൊളി കാലാവസ്ഥയായിരുന്നു ഞങ്ങൾ എത്തിയപ്പോൾ. जैसे तुझको बनाया गया है, तुझे ज़मीं पे बुलाया गया है मेरे, कभी कभी मेरे दिल में.
കല്യാണം കല്യാണരാമൻ മൂന്നാറിൽ വരുമ്പോൾ വെയിലാണെങ്കിലും ടോപ്പ് സ്റ്റേഷനിലേക്ക് വരുന്ന ഭാഗത്താകുമ്പോഴത്തേക്കും തണുപ്പ് കയറി കയറി വരുന്നുണ്ട്. നല്ല കോടയാണ് ഇവിടെ മുഴുവനും ഇതേ കോട കൊണ്ട് പൊതിഞ്ഞേക്കാണ്. അപ്പൊ നമുക്കിനി മോളിലത്തെ കാഴ്ചകൾ കാണാം. കമോൺ. ഓ ഞാനില്ല ഈ തണുപ്പത്തേക്ക്. തണുപ്പത്തല്ലേ മനുഷ്യർക്ക് വരേണ്ടത്. താഴത്തുണ്ട് ചേച്ചി. ടോപ്പ് സ്റ്റേഷനിലേക്ക് പോണ വഴിക്കുള്ള ഈ ഒരു വ്യൂ, ഈ ഒരു കോടയൊക്കെ വന്ന് അടിപൊളി കേട്ടോ. സൂപ്പർ, ഒന്നും പറയാനില്ല. നമുക്ക് പോകുന്ന വഴിയുള്ള കാഴ്ചകൾ ഓരോന്നായി കാണാം കേട്ടോ. അങ്ങനെ നമ്മളിതാ ടോപ്പ് സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെയൊക്കെ എല്ലായിടത്തും ഈ ചോക്ലേറ്റിൻ്റെയും അല്ലേ ചായപ്പൊടിയും തന്നെയാണ് സെയിലിനുള്ളത്. ചേട്ടാ എങ്ങനെയാ വില? 100 ഗ്രാം 90. വാങ്ങുന്നുണ്ടോ ആരെങ്കിലും? ഇതെന്ത് പഴയത്? ആ ഓക്കെ ഓക്കെ. ഇതൊക്കെ ദേ ഇവിടെ വിൽക്കാനായിട്ട് വെച്ചിട്ടുള്ളതാണ്. ഇത് നോക്കിക്കേ, പെൻസിൽ ബോക്സ്. കൊള്ളാലേ. ഹലോ, കാഴ്ചയൊക്കെ കണ്ട ഒരാളിരിക്കണം. നോക്കിക്കേ. ഹലോ, ഹായ്. മൈൻഡില്ല. കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുകയാണ് കക്ഷി. ആ നോക്കി. അങ്ങനെ ടോപ്പ് സ്റ്റേഷനിൽ നിന്ന് ഞങ്ങൾ പിന്നെ ഇനി നേരെ പോകുന്നത് മാട്ടുപ്പെട്ടി ഡാമിലേക്കാണ് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ ഞങ്ങൾ ലഞ്ച് ഒക്കെ കഴിച്ചു. ബിരിയാണി ആയിരുന്നു. അപ്പോൾ ഇതുപോലെ ഞങ്ങൾ നിർത്തിയിട്ട് ഇവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഇനി ഞങ്ങൾ നേരെ പോകുന്നത് മാട്ടുപ്പെട്ടി ഡാമിലേക്കാണ്. ഒരു ചെറിയൊരു ലഞ്ച് ബ്രേക്കിന് ശേഷം റെസ്റ്റ് ചെയ്യുന്ന കാഴ്ചകളാണ് ഈ കാണുന്നതെല്ലാം. നല്ല ഫുഡായിരുന്നു. ഉച്ചയ്ക്ക് ബിരിയാണി ആയിരുന്നു കേട്ടോ. നല്ല ഫുഡായിരുന്നു. നമുക്ക് ഹോട്ടലിലൊക്കെ കയറി ഭക്ഷണം കഴിക്കുമ്പോഴത്തേക്കും അത്രയും തന്നെ വീണ്ടും താമസമാവുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒരു ഹോട്ടലിൽ നിന്ന് തന്നെ നമുക്ക് ഫുഡ് അറേഞ്ച് ചെയ്ത് തന്നു. നമ്മളത് ഇവിടെ നിന്നിട്ട് കഴിച്ചു. കുരങ്ങിൻ്റെ ശല്യം ഒരുപാടുണ്ട് കേട്ടോ. അവരെ പേടിച്ച് വേഗം ഞങ്ങൾ കഴിക്കുകയായിരുന്നു. അപ്പം ഇനി നേരെ മാട്ടുപ്പെട്ടി ഡാം. മാട്ടുപ്പെട്ടി ഡാമിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ആ ഒരു നല്ല ബ്ലോക്കാണ് ഇവിടെ. ഈ ഒരു ഭാഗത്ത് നല്ല തിരക്കാണ്. ഫുൾ ബ്ലോക്കാണ് ഇവിടെ എല്ലാം. ഞങ്ങളുടെ ഇന്ദിരാഗാന്ധി കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിൻ്റെ ഒരു സ്റ്റാഫ് നിരകളാണ് കേട്ടോ ഈ കാണുന്നത്. എല്ലാവരും ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവരും റെഡി ആയിട്ടിരിക്കുകയാണ്.
അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രിൻസിപ്പൽ മാമിനെയും കൂടെ നിർത്തിയിട്ട് ഞങ്ങൾക്കൊരു റീൽ എടുക്കണമെന്നൊരാഗ്രഹം. മാമിനെ ഞങ്ങൾ നിർബന്ധിച്ച് കൂടെ നിർത്തി. നേരത്തെ പ്ലാൻ ചെയ്തിട്ടൊന്നും അല്ലാതെ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ വെച്ച് ജസ്റ്റ് ഒന്ന് വെറുതെ ഒരു തയ്യാറെടുപ്പ് നടത്തി നോക്കുന്ന ഭാഗമാണത്. സ്റ്റെപ്പ് മാസ്റ്റർ ഇവിടെ നിന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇതാണ് ഞങ്ങളുടെ മാസ്റ്റർ. അതിനനുസരിച്ചിട്ടാണ് ഇവരിവിടെ കാണിക്കുന്നത് കേട്ടോ. എല്ലാരും ഒരു ഹായ് തരുമോ? ഇവിടെ 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 ആരും കാണുന്നില്ല. അങ്ങനെ നമ്മള് ഗവൺമെന്റ് ബൊട്ടാണിക്കൽ ഗാർഡനിൽ എത്തിയേക്കാണ് കേട്ടോ, മൂന്നാർ. നല്ല തിരക്കാണ് ഇവിടെ. ഇപ്പൊ സമയം 5 മണി കഴിഞ്ഞു കേട്ടോ. കോടയൊക്കെ വന്ന് നല്ല തണുപ്പായിട്ടുണ്ട് ഇപ്പൊ ഇവിടെ. ഇതിനെന്തോ ഒരു ഇല്ല. അടിപൊളിയാണ് കേട്ടോ. ഈ ഒരു സമയത്ത് വരണത് കൊണ്ട് തന്നെ നമുക്ക് നല്ല തണുപ്പും ഒട്ടും മുഷിച്ചിലില്ല. കാര്യം കുറേ നടന്ന് കാണാനായിട്ടുണ്ട്. പക്ഷെ ഒന്നാതെ പൂക്കള് കണ്ടല്ലേ നടക്കുന്നേ. പിന്നെ ഈ ഒരു കാലാവസ്ഥയും അടിപൊളി. എക്കോ പോയിന്റിലെ റീൽസ് എടുത്ത പരാജയത്തിന് ശേഷം ഞങ്ങൾ വീണ്ടും ഇതുകൊണ്ടൊന്നും തളരില്ല എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വീണ്ടും ഞങ്ങൾ അടുത്തൊരു റീലിനുള്ള ശ്രമമായിരുന്നു ബൊട്ടാണിക്കൽ ഗാർഡനിൽ വെച്ചിട്ട്. ഇതൊക്കെ കാണുമ്പോൾ തന്നെ ചിരി വരുന്നുണ്ട് കേട്ടോ. ആ ഒരു ഏരിയ പാർക്കിൻ്റെയാണ്. ഈവനിങ് ടൈമൊക്കെ ഇവിടെ വരുമ്പോൾ അടിപൊളിയാണ് കേട്ടോ. 7 മണിക്ക് മ്യൂസിക്കൽ ഫൗണ്ടൻ ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് പോയി നോക്കാം എന്തായാലും. സൂപ്പർ വ്യൂ ആണ്, അടിപൊളി. താഴെ ഒരു പുഴയൊക്കെ ഒഴുകുന്നുണ്ട്. ഓ, ഈ ഒരു ടൈം ഇവിടെ അടിപൊളിയാണ് കേട്ടോ, സൂപ്പറാണ്. പൊള്ളി വൈബാണ് ഇവിടെ. ഐ ലവ് മൂന്നാർ. ഏറ്റവും മുകളിൽ കോട്ടേജ് അടിപൊളിയായിട്ടുണ്ട്. പോടാ ഓക്കെ. ഈ സെലക്ട് കിട്ടുന്നുണ്ടോ?
അങ്ങനെ ഞങ്ങളുടെ റിട്ടേൺ ജേണി അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഒരു 7:30 കൂടി ഞങ്ങൾ അവിടുന്ന് തിരിച്ചു. ഇനിയിപ്പോൾ തിരിച്ചു വരുന്ന വഴിക്ക് ഞങ്ങൾ ഡിന്നറും കൂടി കഴിഞ്ഞിട്ട് നേരെ കോളേജിലേക്ക് തന്നെ എത്തിച്ചേരുകയാണ്. അടിപൊളി ഒരു ട്രിപ്പായിരുന്നു കേട്ടോ. അത് പറയാൻ പറ്റില്ല, എല്ലാവരുടെയും ആ ഒരു വൈബ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ടീച്ചേഴ്സ് ആണെങ്കിലും നമുക്കും ഇടയ്ക്കൊരു റിലാക്സേഷൻ ഇതുപോലെയൊക്കെ ആവശ്യമാണ്. പ്രത്യേകിച്ചും ഞങ്ങൾ പ്രിൻസിപ്പൽ, അതുപോലെ തന്നെ ഈ ഒരു ട്രിപ്പ് കണ്ടക്ട് ചെയ്തിട്ടുള്ള സ്റ്റാഫ് സെക്രട്ടറി, എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനിയും ഇതുപോലുള്ള ട്രിപ്പുകൾ ഞങ്ങൾ കാത്തിരിക്കുന്നു. അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. ನಮ್ಮ ಕಚ್ಚರಿದಾರಂ ಪಗುತ್ತಾಗ ಮಹತಲ ಕಟ್ಟುದಡಿದ್ದಲ್ಲಮೇ ನಾನು ದುಚ್ಚಾದ ಮಾರುವ ದುರಿಗಾದ ಮಾರುಗಲ್ ಗುರಿಗೆತ್ತುಮ ಉನ್ನಯ വട വട പയ്യ യവാസം വന്ന് പോയാ യവാസം താണ്ടി വന്ന് യവാസം വാങ്ങി പോയാ അങ്ങനെ ഞങ്ങൾ ടൂറൊക്കെ കഴിഞ്ഞ് ദേ വരണ വഴിക്ക് അടിമാലി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച അതേ സ്ഥലത്ത് നിന്ന് തന്നെയാണ് രാത്രി ഡിന്നറും. അപ്പോൾ ഇതോടെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ കോളേജിലേക്ക്, പിന്നെ അവിടുന്ന് നേരെ വീട്. അതാണ് ഇന്നത്തെ ടൂറിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഇനി ഇവിടുന്ന് ഡിന്നറും കൂടെ കഴിച്ചിട്ട് പോവാണ്. ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കൺക്ലൂഡ് ചെയ്യുന്നൊരു വീഡിയോ എടുക്കാനായിട്ട് സാധിച്ചില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ അടിപൊളിയായിട്ട് ഞങ്ങൾ ആ ട്രിപ്പ് പോയി സേഫായിട്ട് തിരിച്ചെത്തി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്